ഇത്രയൊന്നും മനസ്സിലാക്കുക. ഗുരുപൂജ ചെയ്തു കഴിഞ്ഞിട്ട് നബി അങ്ങനെ ഒരു കാര്യം സ്ഥാപിച്ചിട്ടുണ്ട്. എന്താണ്? വർത്തകന്റെ മകളെ തെണ്ടിയെ കൊണ്ട് കെട്ടിക്കുക, തെണ്ടിയുടെ മകളെ വർത്തകനെ കൊണ്ട് കെട്ടിക്കുക. എന്തിനാണെന്ന് ഇന്നും അത് തീർത്തു പറയാൻ അറിയാൻ വയ്യാത്ത ആളുകളാണ്. മനഃപൂർവ്വം ജയിച്ചതല്ല. ആളുകൾ ധരിക്കും അത് മനഃപൂർവ്വം ജയിച്ചതാണെന്ന്. ഒരിക്കലുമല്ല. ഇവിടെ ആമ്പിള്ളേരുടെ കുറവും മറ്റു തരത്തിലുള്ള കുറവും നികത്താനും മേലിൽ വരുന്ന കുട്ടികൾ വഴിതെറ്റി മാറാതിരിക്കാനും ജയിച്ചതാണ്. ചെയ്യതും അറിയില്ല. ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളിനെ ഇത് ചെയ്യിക്കേണ്ടി വന്നു. എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല. നരേനൊരു ജാതിയില്ലാതെ ജീവിച്ച ഒരു വ്യക്തിത്വമുണ്ട്, മറക്കരുത്. നരേനൊരുവിൻ്റെ അടുത്ത് തന്നെ ജാതി പറഞ്ഞ് നിന്ന് അവസാനത്ത് വേദനിപ്പിക്കേണ്ട കർമ്മത്തോളം എത്തി. അതൊന്നും പോരാത്തതാണ്, എങ്കിലും അത് അങ്ങനെ തന്നെ എത്തിയിരിക്കുന്നു. പിന്നെ ഇപ്പോഴും നമ്മൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്കൊന്ന് മനസ്സിലാകണം. എൻ്റെ വകയായിട്ട് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് എൻ്റെ പേരൊന്ന് പറഞ്ഞോളാം അത്യാവശ്യം ഉണ്ടെങ്കിൽ. ഇതെൻ്റെ വകയല്ല. ഇത് പല കാലങ്ങളായി ഏതോ തരത്തിൽ എന്നെ ഏൽപ്പിച്ച വേല ദൈവം ചെയ്തത് തൃപ്തിപ്പെട്ട് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിരിക്കും. അല്ല, ദൈവത്തിന് വേണ്ടി ഇതെന്നെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. കാരണം വളരെയധികം വിദ്യയും ധനവും പ്രബുദ്ധവും ഒക്കെയുള്ള ആളുകൾ അവർക്ക് ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരായിരുന്നു. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. അത് പറയണ്ട. ഇപ്പം ഇതെന്താണ് ഈ ഏൽപ്പിച്ചത്?